നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പത്തനാപുരത്ത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടനം പുരോഗമിക്കുന്നു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ചെങ്ങമനാട്ട് സ്വീകരണം. NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള മേലിലേക്ക്. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു റോഡ് ഷോ. MDMAയുമായി യുവാവ് പിടിയിൽ. തഴവ സ്വദേശി ഷാനു പ്രസാദാണ് പിടിയിലായത്. 4.38 ഗ്രാം MDMA പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. പത്തനാപുരത്ത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടനം പുരോഗമിക്കുന്നു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ചെങ്ങമനാട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള മേലിലയിൽ വോട്ട് അഭ്യർത്ഥിച്ചു. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടികളും പര്യടനവും പുരോഗമിക്കുകയാണ്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജ്യോതികുമാർ ചാമക്കാല വോട്ട് അഭ്യർത്ഥിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇവിടെ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും കിട്ടിയെങ്കിലും എനിക്ക് ജയിക്കുവാൻ കഴിഞ്ഞില്ല. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന്. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ചെങ്ങമനാട്ട് സ്വീകരണം നൽകി. നെറ്റിപ്പട്ടം നൽകിയാണ് LDF സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിനെ നാട്ടുകാരും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചത്. NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള മേലില ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. 3 സ്ഥാനാർത്ഥികളും ഒരേപോലെ വിജയപ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. MDMAയുമായി യുവാവ് പിടിയിൽ. തഴവ സ്വദേശി ഷാനു പ്രസാദാണ് പിടിയിലായത്. നിലവിലെയാൾ ഓച്ചിറയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഡാൻസ് ഓഫ് സംഘവും ഓച്ചിറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. 4.38 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. MDMAയുമായാണ് യുവാവ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത്. ഓച്ചിറ കൊറ്റമ്പള്ളി ഷിജു ഭവനിൽ ഷാനു പ്രസാദാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും ഓച്ചിറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഓച്ചിറ കൊറ്റമ്പള്ളിയിലെ വീട്ടിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ പാൻസിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 4.38 ഗ്രാം MDMAയും പിടികൂടി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ നടത്തിയത്. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി റോഡ് ഷോ നടത്തിയത്. കറ്റാനം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ തുറന്ന വാഹനത്തിൽ കായംകുളം പാർക്ക് ജംഗ്ഷൻ വരെ എത്തി. തുടർന്ന് TV ജംഗ്ഷനിൽ നിന്നും ടൗണിൽ റോഡ് ഷോ നടത്തി. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് E സമീർ, ബിജു പ്രഭാകർ എന്നിവരും റോഡ് ഷോയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കായംകുളം. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിശുമരണ നിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശം കേരളമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗത്ത് രാജ്യത്ത് മികച്ച നേട്ടമുണ്ടാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് കുന്നിക്കോട് ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വന്ന ഇവിടെ സതീശൻ പ്രസംഗിച്ചിട്ട് ഇവിടെ കടമാണ് കടമാണ് കടമാണ്, സംശയിക്കേണ്ട, കടം ഇവിടെ തരുന്നുണ്ട് ആൾക്കാർ. എന്താ ഇവിടെ കടം തരുന്നത്? കടം തന്ന കാശ് കക്കൂല എന്ന ഉറപ്പുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് കടം തരുന്നത്. ആ കടം വാങ്ങിയ കാശ് കൃത്യമായി ഇവിടെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. ആരും പോക്കറ്റ് ഇട്ട് പോയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പോയി നോക്കിയാൽ മതി. ആശുപത്രി 20 കോടി, 44 ആശുപത്രി ഉണ്ടു.
ഒരു താലൂക്ക് ആശുപത്രിയാണ്. താലൂക്ക് ആശുപത്രി കണ്ടാൽ നമ്മുടെ കോൺഗ്രസുകാരുടെ കാലത്തെ മെഡിക്കൽ കോളേജിനേക്കാൾ വലുപ്പമുള്ള താലൂക്ക് ആശുപത്രി നമ്മൾ. ഞാൻ ആ താലൂക്ക് ആശുപത്രി ഉള്ളിലേക്ക് ഒന്ന് കയറി. താലൂക്ക് ആശുപത്രി ഇങ്ങനെ നിരയായിട്ട് നല്ല ഒന്നാം തരം ഇതുണ്ടാക്കി വെച്ചിരിക്കുക ഫാർമസി. ആ താലൂക്ക് ആശുപത്രിയിൽ നല്ല ഫാർമസി, നല്ല ലാബറട്ടറി. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആശുപത്രിയിൽ ലാബുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ മരുന്ന് കൊടുക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആശുപത്രിയിൽ വിദഗ്ധ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അജിത സുരേഷ് സ്വാഗതം പറഞ്ഞു. വനിതാ കോൺഗ്രസ് ബി സംസ്ഥാന പ്രസിഡന്റ് മഞ്ജു റഹീം, സുനിത രാജേഷ്, സുലോചന, രമാദേവി, സുനി സുരേഷ്, ശ്രീജ അജികുമാർ, താര സജികുമാർ, അമ്പിളി ശിവപ്രസാദ, ശിഫ നൌഷാദ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു വി എം, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജി അനിമോൻ, CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, GR രാജീവൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബി അജയകുമാർ, N ജഗദീശൻ, ഏരിയ സെക്രട്ടറി മുഹമ്മദ് അസ്ലം, H നജീബ് മുഹമ്മദ്, M നൌഷാദ്, ജിയാസുദ്ദീൻ, VR ബീന, സുനു രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. പെരിനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. കുണ്ടറ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. പെരിനാട് നൽകിയ സ്വീകരണത്തിൽ ഫൈസൽ കുളപ്പാടം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. സമയത്തുള്ള കെട്ടിട നികുതിയും ഇന്നത്തെ കെട്ടിട നികുതിയും തമ്മിൽ ഒരു താരതമ്യ പഠനത്തിന് ഏതെങ്കിലും സഖാക്കന്മാർ തയ്യാറുണ്ടോ? അവസാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയപ്പോൾ 50% കുറയ്ക്കേണ്ടി വന്നു. വലിയ ഡിസ്കൗണ്ടാ. 100 കൂട്ടിയിട്ട് 50 കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. പകുതി പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർ എത്തി നിന്നു. ഭൂനികുതി ഇവർ കൂട്ടിയില്ലേ? ബസ് ചാർജ് ഇവർ കൂട്ടിയില്ലേ? എണ്ണവില ഇവർ കൂട്ടിയില്ലേ? എണ്ണവില കേരളത്തിൽ മാത്രം കൂട്ടി മുന്നോട്ട് പോയി. കാര്യം നികുതി കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനായി പെടാപ്പാടുപെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരുടെ തലയിലേക്കാണ് ഈ ഭാരം അവർ വരുത്തി വെച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പിന്നെ എന്തിന്റെ പേരിലാണ് കേരളത്തിന്റെ നിയമസഭയിൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം 100% ഞാൻ പ്രവർത്തിച്ചത്. കേരള നിയമസഭയിലെ 15ാം കേരള നിയമസഭയിൽ ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് കുണ്ടറയുടെ MLA ആയിരുന്നു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ അടിയന്തര പ്രമേയങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ ബാധിക്കുന്നതായിരുന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ നിയമസഭയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തി. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം നിരവധി തവണ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായി. MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കൊല്ലം ജില്ലയിൽ 11 MLA-മാരാണുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വിനയത്തോടുകൂടി പറയുന്നു, കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ MLA ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ കുണ്ടറ MLA 1ാം സ്ഥാനത്താണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് UDF തരംഗമാണെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. NDA LDF കൂട്ടുകെട്ടാണ് സംസ്ഥാനത്തുള്ളതെന്നും സച്ചിൻ പൈലറ്റ് ആരോപിച്ചു. പത്തനാപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പട്ടാജിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്ത ഒരാളെന്ന നിലയിൽ തനിക്ക് മനസ്സിലാകുന്നത് ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയൊരു തരംഗം സംസ്ഥാനത്തുണ്ടെന്നാണ്. മണ്ഡലത്തിൽ തോറ്റിട്ടും കഴിഞ്ഞ 5 വർഷമായി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഒരാളായി ജ്യോതികുമാർ ചാമക്കാല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും പാർട്ടിക്കും അപ്പുറം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. I've traveled the entire state. There is a huge wave against the Chief Minister and the LDF government,
and the last 10 years are a lost decade for Kerala. ഞാൻ ഈ സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്തയാളെന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായി ഇവിടുത്തെ സർക്കാരിനെതിരായി വലിയൊരു തരംഗം ഈ സംസ്ഥാനത്തുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന് ഒരു തീരാ നഷ്ടമായിരുന്നു. The Chief Minister is every day criticizing Rahul Gandhi ji to please the Prime Minister, Mr. Narendra Modi. That is all the CM is doing. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയാണ്. ഈ അധിക്ഷേപം നടത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP and NDA have an open understanding with the left front and the Chief Minister. At any cost, they both want to stop the Congress and UDF to become a government in Kerala. ഇവിടെ സംസ്ഥാനത്ത് NDAയും അതിന്റെ ഘടകകക്ഷികളും ചേർന്ന് ഇടതുപക്ഷവുമായി ഒരു വലിയ ബാന്ധവമുണ്ട്. ഈ ബാന്ധവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഇത്തരത്തിൽ NDAയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബാബു മാത്യു, കെ അനിൽ, CR നജീബ്, M തങ്കച്ചൻ, ഹരി പട്ടാജി, ഷേഖ് പരീദ്, യദുകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി, ഒരാൾ അറസ്റ്റിൽ. കുലശേഖരപുരം സ്വദേശി ഷൈൻകുമാറാണ് അറസ്റ്റിലായത്. 15 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത്. കരുനാഗപ്പള്ളി എക്സൈസ് സംഘം കുലശേഖരപുരത്ത് നടത്തിയ പരിശോധനയിലാണ് 15 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമായി വീട്ടുടമയെ അറസ്റ്റ് ചെയ്തത്. കുലശേഖരപുരം കുറുങ്ങാപ്പള്ളി ചിറക്കൽ വടക്കത്തിൽ ഷൈൻകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. 15 ലിറ്റർ ചാരായമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷാജി, POമാരായ ചാൾസ്, നിതിൻ, അൻസാർ, രാജി എസ് ഗോപിനാഥ്, അസ്ലി, ഡ്രൈവർ അബ്ദുൽ മനാഫ് എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു പരിശോധന തുടരുമെന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ബിജു പറഞ്ഞു. ഓച്ചിറ വള്ളിക്കാവിന് സമീപം ഔവാക്കാവിന് സമീപം വെച്ചിട്ട് ഷൈൻകുമാർ എന്നാള് എൻ്റെ വീട്ടിൽ വെച്ച് ചാരായവും കോടയും നിരന്തരമായിട്ട് ഇങ്ങനെ മാറ്റി വിൽപ്പന നടത്തുമെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കർശന നിരീക്ഷണവും പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസ്. എന്നാൽ ഇന്നേ ദിവസം ഇങ്ങനെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വീട് പരിശോധന നടത്തി ആ വീട്ടിൽ നിന്ന് 15 ലിറ്ററോളം ചാരായം പിടികൂടിയിട്ടുണ്ട്. പ്രതിയെ തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാരായം മാറ്റാൻ ഉപയോഗിച്ച അതിൻ്റെ ഇംപ്ലിമെൻറ്റ്സും നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പ്രതിയെ ഇന്നിപ്പം ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുടിവെള്ള നിർമ്മാതാക്കൾ വിതരണക്കാരുടെ നിരക്കിൽ വർധനവ് വരുത്തി. 30% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. എന്നാൽ കുപ്പിവെള്ളത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാകില്ല. 20 ലിറ്റർ ജാർ റീഫില്ലിംഗ് നിരക്കിൽ 20 രൂപ വർദ്ധിപ്പിച്ചതായി നിർമ്മാതാക്കൾ അറിയിച്ചു. യുദ്ധവും ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും മൂലം പെട്രോളിയം അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ വലിയ തടസ്സമാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ ഉൽപാദന ചെലവുകൾ നിയന്ത്രിക്കാൻ പൈക്ക് ചെയ്ത കുടിവെള്ള നിർമ്മാതാക്കൾ വിതരണക്കാരുടെ നിരക്കിൽ 30% വരെ വർധന വരുത്തുകയാണെന്ന് കുപ്പിവെള്ള നിർമ്മാതാക്കൾ അറിയിച്ചു. നിലവിൽ ഉപഭോക്താക്കൾക്ക് ബാധകമായ MRPയിൽ യാതൊരു മാറ്റവും വരുത്തില്ല. 20 ലിറ്റർ ജാർ റീഫില്ലിംഗ് നിരക്കിൽ 20 രൂപയുടെ വർധനവ് വരുത്തിയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. വില വർധനവ് വിതരണക്കാരുടെ നിരക്കിൽ മാത്രമാണ് ബാധകമാവുകയെന്ന് അഡ്വക്കേറ്റ് ഹിലാൽ ബി മേത്തർ, MK ഷഹീർ, ബിജു കടയ്ക്കൽ, ഇന്ദ്രജിത്ത് ശിവകുമാർ, ശശികുമാർ എന്നിവർ അറിയിച്ചു. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിന്റെ അമിതമായ വില വർധനവ്, ഉദാഹരണത്തിന് ബോട്ടിലിനകത്ത് വന്നേക്കുന്നത് ഏകദേശം 41 രൂപ ഒരു ഒറ്റ മാസം 1 കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ HDP ഏകദേശം 75 രൂപ വരെ 1 കിലോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു 40 തൊട്ട് 50% വരെ വില വർധനവ് വന്നിട്ടുണ്ട് നമ്മളുടെ റോ മെറ്റീരിയൽസിന് മാത്രം, വെള്ളം ഒഴിച്ചുള്ള റോ മെറ്റീരിയൽസിന് മാത്രം. അപ്പോൾ നമ്മളെല്ലാവരും വില കൂട്ടുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അത് മാത്രമല്ല, പോളിമർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെയധികം വർദ്ധിച്ചു പോയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനൊരു ഇമ്പാക്റ്റ് നമ്മളുടെ ബിസിനസ്സിൽ ഈ വില കൂടുന്നത് മാത്രമല്ല, നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്താലും സാധനങ്ങൾ, അതായത് റോ മെറ്റീരിയൽസിൻ്റെ ദൗർലഭ്യം നമുക്ക് കിട്ടാൻ, എത്തി വരാൻ പാടാണ്. റെഡ് സീ വഴിയായാലും ഒക്കെ കറങ്ങി വരുന്നത് കൊണ്ട് ഒത്തിരി അധികം കാലതാമസം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അതിന്റെ കോസ്റ്റ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ
തളരാതെ കേരളത്തിലെ ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് 10 വർഷമായി നാട് ഭരിക്കുന്നതെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ. കേരളത്തിലെ വിവിധ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് നാട് ഭരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. മാറി മാറി വന്ന രണ്ട് മുന്നണികളും കേരളത്തെ പിന്നോട്ടടിച്ചതായി BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത്. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ കേരളത്തിലെ ജനങ്ങളെ ചേർത്തുപിടിച്ച ഗവൺമെന്റാണ് 10 വർഷമായി നാട് ഭരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഫണ്ട് നൽകി സഹായിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുത്ത് അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ പറഞ്ഞു. 16 മുമ്പുള്ള ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇടമൺ കൊച്ചി ലൈൻ യാഥാർത്ഥ്യമായി. 45 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഉപേക്ഷിച്ചതായിരുന്നു നാഷണൽ. തെക്കറ്റം മുതൽ വടക്കറ്റം വരെ തലപ്പാട് യാഥാർത്ഥ്യം. കൊട്ടിയത്തും ചാത്തന്നൂരും കരുനാഗപ്പള്ളിയിലും പാരിപ്പള്ളിയിലുമുള്ള ഈ കെട്ടിടങ്ങൾ ഇതേപോലെ സഹകരിച്ച് 4 ഇരട്ടി തുക നൽകി ചെയ്യാൻ കഴിയുന്നതെല്ലാം നല്ല ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി 16 LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഭരണത്തിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതാണ് അടയാളം. ഒന്ന്, വല്ലാതെ വേട്ടയാടിയ നിപ്പ, 18 പ്രളയക്കെടുതി, 19 വീണ്ടും ഉണ്ടായ വെള്ളപ്പൊക്കം, 20 ആദ്യം മുതൽ ലോകത്താകെ ഉണ്ടായ കോവിഡ്. ഈ പ്രതിസന്ധികളിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് LDFന് അനുകൂലമായി ജനവിശ്വാസത്തിൽ. കേരളത്തിലെ വിവിധ മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണിതെന്നും ആരോഗ്യരംഗം അഴിമതിയുടെ കൂത്തരങ്ങായെന്നും ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ച ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. 6 ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിലെ ജനങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും ഓരോ പൗരനും, അതെന്തുകൊണ്ടുണ്ടായി, അതെന്തിനു വിനിയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ പലപ്പോഴും ഈ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, കെടുകാര്യസ്ഥത ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖല റവന്യൂ വരുമാനത്തിൻ്റെ 23% പലിശ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾ അടയ്ക്കുന്ന നികുതി പണം അതിൽ 100 രൂപയിൽ 23 രൂപ പലിശയ്ക്ക് കൊടുക്കണം, പലിശയായിട്ട് കൊടുക്കണം. കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാനുള്ള പലിശ. ബാക്കി 67% മറ്റ് പ്രവർത്തനങ്ങൾ. അതൊരു ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയാണ്. സാമ്പത്തിക നില ഭദ്രമാണ് എന്ന് ആരും കേരളത്തിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് മേഖലയിലെ ചൂർത്തു അഴിമതി ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്തെ കാര്യങ്ങളെ പറ്റി ഇന്ന് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട്. 50 കോടി രൂപയുടെ നഷ്ടം ആ മേഖലയിൽ ഉണ്ടായിരുന്നാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. PP കിറ്റ് വാങ്ങിച്ചതിലെ അഴിമതി, മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ വില നൽകി സർക്കാർ PP കിറ്റ് വാങ്ങിക്കുന്നു. അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ പണമല്ലേ. മാറി മാറി വന്ന രണ്ട് മുന്നണികളും കേരളത്തെ പിന്നോട്ടടിച്ചെന്നും ശബരിമല പോലെയുള്ള ആരാധനാലയങ്ങളിലെ വിശ്വാസം തകർത്തെന്നും സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന സർക്കാരാണിതെന്നും ഇവരിൽ പലരും ജയിലിലേക്ക് പോകേണ്ട സ്ഥിതിയായെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ചൂണ്ടിക്കാട്ടി. ആ 16 നിന്ന് 26 പോകുമ്പോൾ 6 ലക്ഷം കടബാധ്യതയുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ഇവിടെ പരസ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഖജനാവ് കാലിയാണ്. കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ആ കേരള ഗവൺമെന്റ് കഴിഞ്ഞ 3 മാസക്കാലം മുഖ്യമന്ത്രിയുടെ മനോഹരമായ ചിത്രമടങ്ങിയ പരസ്യം പതിക്കുന്നതിന് വേണ്ടി 227 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, അഴിമതി ആയാലും ദൂരത്തെ PSCയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. PSCയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടന്നിരുന്ന ഒരു കാലഘട്ടം. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായിട്ടിരുന്ന SFIയുടെ പ്രവർത്തകർ, SFIയുടെ ചുമതലയിരുന്ന SFIയുടെ നേതാക്കന്മാർ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കുമായി വന്നിട്ടുള്ള മായാവിദ്യ കേരളത്തിൽ കാണിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിലാണ് 3 മുന്നണികളുടെയും നേതാക്കൾ ഒരേ വേദിയിൽ പ്രതികരിച്ചത്. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സാം കെ ഡാനിയൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുൽഫിക്കർ സലാം, RSP ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ എന്നിവരും സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലഹരി വിൽപ്പന തടയൽ കേസിൽ ഒരാളെ കരുതൽ തടങ്കലിലാക്കി. കൊല്ലം വടക്കേവിള പുന്തലത്താടം സ്വദേശി ശരത് മോഹനെയാണ് അറസ്റ്റ് ചെയ്തത്. NDPS ആക്ട് പ്രകാരം ഒരാളെ കരുതൽ തടങ്കലിലാക്കി.
വടക്കേവിള പുന്തലത്താഴം ചരുവിള വീട്ടിൽ 30-കാരനായ ശരത് മോഹനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കൊല്ലം ACPയുടെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO അജിത് കുമാർ, CPO പ്രവീൺ ചന്ദ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം സ്റ്റേഷനിലും കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിലുമായി MDMA വിൽപ്പന നടത്തിയതുമായി നിരവധി കേസ് ഇയാളുടെ പേരിലുണ്ട്. ഇതേ തുടർന്നാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കിയത്. കരുതൽ തടങ്കലിനായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരത്ത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പര്യടനം പുരോഗമിക്കുന്നു. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന് ചെങ്ങമനാട്ട് സ്വീകരണം. NDA സ്ഥാനാർത്ഥി അനിൽ പിള്ള മേലിലേക്ക്. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരുന്നു റോഡ് ഷോ. MDMAയുമായി യുവാവ് പിടിയിൽ. തഴവ സ്വദേശി ഷാനു പ്രസാദാണ് പിടിയിലായത്. 4.38 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.